ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. റമദാൻ മാസമൊക്കെ എല്ലാവരും നല്ല രീതിക്ക് ഹെൽത്തി ആയിരിക്കുമെന്ന് കരുതുന്നു. എന്നാലും ഈ റമദാൻ മാസത്തെ നമ്മൾ ഡെയിലി ഹാബിറ്റായ നോമ്പ് തുറയിൽ എണ്ണയൊക്കെ മുക്കി പൊരിച്ച് കടികളൊക്കെ കഴിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊക്കെ ഒഴിവാക്കി ഇതുപോലെ മുക്കി പൊരിക്കാത്ത കടികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നല്ല വൈറലായിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചാൽ ഓയിൽ ചെറുങ്ങനൊന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ടേക്ക് 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലോട്ടേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. ഇതും ചേർത്ത് ഈ ചിക്കനെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനെ നമ്മൾ ഒരു ഹാഫ് കുക്ക് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. കംപ്ലീറ്റ്ലി കുക്കാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന് വരാൻ. അതിനുശേഷം ഇതിലോട്ടേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാപ്സിക്കം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം ഒക്കെ ചേർക്കുന്ന സമയത്ത് ഈ സ്നാക്കിൻ്റെ ടേസ്റ്റൊക്കെ നല്ല രീതിക്ക് കൂടും കേട്ടോ. അഥവാ ക്യാപ്സിക്കം ഒക്കെ ഇല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നല്ല രീതിക്ക് വാടിയതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോക്കും നല്ല ഒരു രുചിയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർക്കുക. അഥവാ അതില്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിനും ഒട്ടും പ്രശ്നമില്ല കേട്ടോ. അതിനുശേഷം ഈ ചിക്കൻ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ 2 മിനിറ്റ് കുക്കായതിന് ശേഷം ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു മസാല തയ്യാറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ മസാല ഇങ്ങനെ തന്നെ നല്ല രുചിയാണ്. ഇനി ഒരു പലഹാരത്തിലോട്ടേക്ക് നല്ലൊരു സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ മെൽറ്റായതിന് ശേഷം ഇതിലോട്ടേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത 1 ടീസ്പൂൺ ഗാർലിക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഗാർലിക്കിനെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് ഈ മൈദ കുക്കാകുന്നത് വരെ ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മൈദ കുക്ക് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ മൈദ പെട്ടെന്ന് കരിഞ്ഞു. ഇതുപോലെ ഈ മൈദ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്കായതിന് ശേഷം ഇതിലോട്ടേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇതുപോലെ ഈ പാല് തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ എരിവിനൊക്കെ അനുസരിച്ച് ചില്ലി ഫ്ലേക്സും പെപ്പർ പൊടിയൊക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സോസ് വെച്ചിരിക്കുന്നോളം ഇത് കുറുക്കി വരും കേട്ടോ. ഈ കുറുകുമാണ് ഈ ഒരു സോസിൻ്റെ ടേസ്റ്റ് കൂടുതൽ. എന്നാൽ നമ്മൾ ഒരു കുഞ്ഞ് ബൗളിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടറും 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉരുക്കി എടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിനെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് റൗണ്ട് ഷേപ്പിലും ബാക്കിയെല്ലാം മുഴുവൻ ബ്രെഡും വെച്ചിട്ടാണ് തയ്യാറാക്കിയത്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. വീഡിയോക്ക് ഒരു ഭംഗി ഇരിക്കട്ടെ എന്നുള്ളതിലാണ് ഞാൻ റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തത്. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നമ്മൾക്ക് ഒന്ന് ആവി കയറ്റണം കേട്ടോ. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ടാണ് ഈ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 2 മിനിറ്റ് മാത്രം മതി. ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടിയാണ്. നല്ല ഭംഗിയും അതുപോലെ തന്നെ നല്ല രുചിയുള്ള ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും കേട്ടോ. 2 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ബ്രെഡ് നമുക്കൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഈ ബ്രെഡ് ഒരു ഗ്ലാസിൻ്റെ അടി വെച്ച് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഷേപ്പായി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ആക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഇതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബട്ടറിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒരു ആക്കിയ സോസ് ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസും കൂടി ഇതിലോട്ടേക്ക് ചേർക്കുന്നുണ്ട്. ഈ വൈറ്റ് സോസും ഈ ബട്ടറൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെയും ഉള്ളിൻ്റെയും ഒക്കെ മസാലയില്ലേ, അത് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ആയതിനു ശേഷം നമ്മൾ ഈ ഒരു സ്നാക്ക് തയ്യാറായി കേട്ടോ.
ഇനി ഇതേപോലെ എല്ലാ ബ്രെഡും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഈ ബ്രെഡിന് ഒരു ജസ്റ്റ് അടയാളാക്കി കൊടുത്ത് അതിലോട്ടേക്ക് ബട്ടറും അതുപോലെ തന്നെ നമ്മൾ വൈറ്റ് സോസും അതുപോലെ നമ്മൾ ചിക്കൻ മസാലയും കൂടി വെച്ച് കൊടുത്ത് എല്ലാ ബ്രെഡും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഓരോ ബ്രെഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ടേക്ക് കുറച്ച് മൊസറല്ല ചീസും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മൊസറല്ല ചീസൊക്കെ ചേർക്കുന്ന സമയത്ത്. അപ്പോൾ മൊസറല്ല ചീസൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഈ പാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് ചീസൊക്കെ നല്ല രീതിക്ക് മെൽട്ടായി വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് കേട്ടോ ഇതിന്. എല്ലാവരും നോമ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെയൊക്കെയുള്ള സ്നാക്സൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നോമ്പ് തുറക്കുള്ള കടി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റമദാൻ ഫുഡ് സീരീസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.